നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ഉടൻ അവസാനമാകുമെന്ന് സൂചന. അമേരിക്കൻ പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്ത ഡൊണാൾഡ് ട്രംപ് സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഒപ്പം തന്നെ ട്രംപിന്റെ കീഴിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടും. യുദ്ധം കുറഞ്ഞത് 5 വർഷമെങ്കിലും നീണ്ടു നിൽക്കുമെന്ന് 2023 പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനോട് പറഞ്ഞിരുന്നു. തിങ്കളാഴ്ച US പ്രസിഡന്റായി 2ാം തവണ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പുടിനുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിനുള്ള അഭിനന്ദന സന്ദേശത്തിൽ പുടിൻ യുക്രൈനിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള സംഭാഷണത്തിന് തുറന്ന മനസ്സ് പ്രകടിപ്പിച്ചതോടെ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത തെളിയുകയാണ് ചെയ്തത്. 1066ാമത്തെ ദിവസവും യുദ്ധം ഇപ്പോഴും തുടരുന്നു. തെക്കൻ യുക്രൈനിയൻ നഗരമായ സപോരിജിയയിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 47കാരനായ ഒരാൾ കൊല്ലപ്പെട്ടതായി റീജിയണൽ ഗവർണർ ഇവാൻ ഫെഡറോവ് പറഞ്ഞു. 2 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 16 പേർക്ക് പരിക്കേറ്റതായും അദ്ദേഹം അറിയിച്ചു. റഷ്യ കഴിഞ്ഞ രാത്രി യുക്രൈനു നേരെ 99 ഡ്രോണുകൾ വിക്ഷേപിച്ചതായി യുക്രൈനിയൻ വ്യോമസേന അറിയിച്ചു. ക്രൈവ് സൈന്യം 65 ഡ്രോണുകൾ നശിപ്പിച്ചതായും 30 റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതായും വ്യോമസേന അറിയിച്ചു. യുക്രൈനിലെ 6 പ്രദേശങ്ങൾ ഡ്രോണുകളുടെ ഫലമായി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുക്രൈനിലെ വടക്കുകിഴക്കൻ ഖാർക്കീവ് മേഖലയിലെ സ്പാഡ്നെ ഗ്രാമം മോസ്കോയുടെ സൈന്യം പിടിച്ചെടുത്തതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓസ്കിൽ നദിയുടെ പടിഞ്ഞാറൻ തീരത്താണ് ഈ ഗ്രാമം. വളരെ കാലമായി ക്രെംലിൻ കീവ് സൈന്യങ്ങൾക്കിടയിൽ മുൻനിരയായി നിലകൊണ്ടിരുന്നു. 2022 റഷ്യ യുക്രൈനിലെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിനു ശേഷം 1200 തവണ കൈവിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ റഷ്യ ആക്രമിച്ചതായി യുക്രൈൻ ഉപപ്രധാനമന്ത്രി യൂലിയ സിരിഡെങ്കോ പറയുന്നു. വൈദ്യുതി ഉൽപാദന സൗകര്യങ്ങൾ, വിതരണ ചാനലുകൾ, ഗ്യാസ് സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. 2023 ക്രെംലിൻ അനുകൂല എഴുത്തുകാരനായ സക്കർ പ്രലേപ്പിന്റെ കാർ പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ അലക്സാണ്ടർ പെർമിയോക്കോവിന്റെ ജീവപര്യന്തം തടവ് റഷ്യൻ കോടതി ശരിവെച്ചിട്ടുണ്ട്. ബോംബാക്രമണത്തിൽ പ്രലേപ്പിന്റെ ഡ്രൈവർ കൊല്ലപ്പെടുകയും ചെയ്തു. യുക്രൈൻ അധിനിവേശ കുർസ്ക് മേഖലയിലെ സുഡ്ഷ ജില്ലയിൽ കുടുങ്ങിക്കിടക്കുന്ന 3000-ഓളം റഷ്യൻ സിവിലിയന്മാരുടെ ബന്ധുക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടെത്താൻ സഹായത്തിനായി അഭ്യർത്ഥിച്ച് ഒരു ഏകോപിത സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിച്ചതായി മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുക്രൈൻ സംഘർഷം അവസാനിപ്പിച്ച് ഒരു ഡീൽ ഉണ്ടാക്കണമെന്നതാണ് ട്രംപ് പുടിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. തനിക്ക് റഷ്യൻ ജനതയോട് വലിയ സ്നേഹമാണെന്നും റഷ്യയെ വേദനിപ്പിക്കാൻ താൻ നോക്കുന്നില്ല എന്നും ട്രംപ് പുടിനെ അറിയിച്ചതായാണ് വിവരം. യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നതിനാൽ യുക്രൈനിന് പ്രതികൂലമായ വ്യവസ്ഥകളിൽ സംഘർഷം അവസാനിച്ചേക്കുമോ എന്നുള്ള സംശയവും ഉയരുന്നു. ഇത് യൂറോപ്പിൽ ഉത്കണ്ഠ നിറയ്ക്കുന്നുണ്ട്. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞു എന്നതാണ് വ്ളാഡിമിർ പുടിൻ പറയുന്നതും. യുക്രൈനെ നിരായുധീകരിക്കുക, സൈനികവൽക്കരിക്കുക എന്നീ പ്രഖ്യാപിത ലക്ഷ്യങ്ങളോടെയാണ് പുടിൻ യുദ്ധം തുടങ്ങുന്നത്. സേനയുടെ തീവ്രമായ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് രാജ്യത്തിന്റെ തെക്കുകിഴക്കൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിലേക്ക് റഷ്യ അതിന്റെ ശ്രദ്ധ മാറ്റുകയായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ വിജയിക്കാൻ റഷ്യ അമേരിക്കയെ സഹായിച്ചുവെന്നും ഈ യുദ്ധത്തിൽ ഏകദേശം 6 കോടി ആൾക്കാർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും രാജ്യങ്ങളുടെ സാമ്പത്തികാവസ്ഥയുടെ തകർച്ചയ്ക്ക് ഇത് വഴിവെച്ചുവെന്നും യുദ്ധത്തിന്റെ ഭീകരത ചൂണ്ടിക്കാണിച്ച് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡീൽ ഉണ്ടാക്കാനാണ് ട്രംപ് പുടിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കരാറിലെത്തിയില്ലെങ്കിൽ തീരുവ ചുമത്തുമെന്ന് ട്രംപ് ബുധനാഴ്ച തന്നെ ഭീഷണിപ്പെടുത്തി. താൻ അധികാരത്തിൽ ഇരുന്നെങ്കിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഒരിക്കലും ആരംഭിക്കില്ലായിരുന്നു എന്നും ട്രംപ് ആവർത്തിച്ചു പറയുന്നു. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞുവെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചു. നേരത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ചയിൽ ഏർപ്പെടാനുള്ള സന്നദ്ധത ട്രംപ് ആവർത്തിച്ചിരുന്നു. പുടിനുമായി തനിക്ക് മുൻപ് വളരെ ശക്തമായ ബന്ധം ഉണ്ടായിരുന്നുവെന്ന് ട്രംപ് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായി എപ്പോൾ ചർച്ച നടക്കുമെന്ന ചോദ്യത്തിന് പുടിന് എപ്പോൾ വേണമെങ്കിലും ഞാൻ കാണും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. അതേസമയം ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ വഷളായ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുനരാരംഭിക്കാനുള്ള ട്രംപിന്റെ ലക്ഷ്യത്തെ തിങ്കളാഴ്ച പുടിൻ അഭിനന്ദിക്കുകയും ചെയ്തു. മലയാളി വാർത്ത ഇൻസൈഡ്.